രാജ്യത്തിനെതിരെ ആയുധമെടുത്ത് പോരാടിയ ആരെയെങ്കിലും ഒരു പ്രതിപക്ഷ പാർട്ടിയിലെ അംഗം അബദ്ധത്തിലെങ്കിലും രക്തസാക്ഷി എന്ന് വിശേഷിപ്പിച്ചു എന്ന് നമ്മളൊന്ന് സങ്കല്പിക്കുക. സംഘപരിവാരം സർവസന്നാഹവുമായി അതിനെതിരെ ചാടി വീഴും. എന്നാൽ പഞ്ചാബിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ BJP പയറ്റുന്നത് ഭീകരരെ പോലും ആയുധമാക്കുന്ന തന്ത്രമാണ്. തകർക്കാനാവില്ലെന്ന് കരുതിയ പശ്ചിമ ബംഗാളും മഹാരാഷ്ട്രയും ബീഹാറും പിടിച്ചെടുത്ത BJPയുടെ അടുത്ത ഉന്നം പഞ്ചാബാണ്. അതിനേതറ്റം വരെയും പോകാൻ തയ്യാറായിരിക്കുകയാണ് പാർട്ടി. സിഖ് സമുദായത്തിന് ഭൂരിപക്ഷമുള്ള സംസ്ഥാനത്ത് അവരുടെ മനസ്സിൽ ഇടം നേടാൻ ഭീകരരെ പുകഴ്ത്തേണ്ടി വരികയാണെങ്കിൽ അതിനും പാർട്ടി തയ്യാറാണെന്ന സന്ദേശമാണ് സമീപകാലത്ത് BJP നൽകിക്കൊണ്ടിരിക്കുന്നത്. അമൃത്സറിലെ സുവർണക്ഷേത്രത്തിൽ താവളമടിച്ച് രാജ്യത്തിനെതിരെ പോരാടിയ ജർണൈൽ സിംഗ് ഭിന്ദ്രൻവാലയെ തുരുത്താൻ 1984 അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഉത്തരവിട്ട പോരാട്ടമാണ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ. സ്വന്തം രക്തവും ജീവനും കൊണ്ടാണ് അതിന് അവർ വില നൽകേണ്ടി വന്നത്. അക്കാലത്തെ BJP നേതാക്കളായ LK അദ്വാനിയെയും അടൽ ബിഹാരി വാജ്പേയിയെയും പോലുള്ളവർ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിനെ പിന്തുണച്ചിരുന്നു എന്നത് വലിയ സത്യമാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം പഞ്ചാബിൽ നടന്ന ചടങ്ങിൽ മഹാരാഷ്ട്ര മന്ത്രിയും സീനിയർ BJP നേതാവുമായ ഗിരീഷ് മഹാജൻ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിനെ വിശേഷിപ്പിച്ചത് ഇന്ത്യൻ ചരിത്രത്തിലെ കറുത്ത ഏട് എന്നാണ്. അഫ്ഗാൻ രാജാവ് അഹമ്മദ് ഷാ അബ്ദാലി സുവർണക്ഷേത്രം കയ്യേറിയ നടപടിയോടാണ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിനെ അദ്ദേഹം ഉദാഹരിച്ചത്. ഒരു പടി കൂടി കടന്ന് ആ ഓപ്പറേഷനിൽ കൊല്ലപ്പെട്ടവർ രക്തസാക്ഷികളാണെന്ന് പ്രഖ്യാപിക്കുകയും കൂടി അദ്ദേഹം ചെയ്തു. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിന്റെ ഉത്തരവാദിത്വം പോലും അവകാശപ്പെടാൻ തയ്യാറായിരുന്ന പാർട്ടിയാണ് BJP എന്നതാണ് കൗതുകം. 2008 പുറത്തു വന്ന മൈ കൺട്രി മൈ ലൈഫ് എന്ന ആത്മകഥയിൽ BJP ആണ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിന് ഉത്തരവിടാനും ദേശദ്രോഹികളെ സുവർണക്ഷേത്രത്തിൽ നിന്ന് തുരുത്താനും പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയെ നിർബന്ധിതയാക്കിയതെന്ന് അദ്വാനി അവകാശപ്പെട്ടിരുന്നു. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിൽ കൊല്ലപ്പെട്ടവരെ രക്തസാക്ഷികൾ എന്ന് വിളിച്ചത് മഹാജന്റെ നാക്കുപിഴയല്ല. 2023 പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ അതിനെ അകാൽ തഖ്തിനെതിരായ ആക്രമണം എന്നാണ് വിശേഷിപ്പിച്ചത്. 1966 മിസോറാമിൽ നടത്തിയ ആക്രമണത്തിലൂടെയാണ് ഇന്ത്യൻ ജനതയ്ക്കെതിരെ ആർമിയെ ഉപയോഗിക്കാൻ ഇന്ദിരാഗാന്ധി തുടങ്ങിയതെന്നും അദ്ദേഹം ആരോപിച്ചു. 1966 മിസോ നാഷണൽ ഫ്രണ്ട് അഥവാ MNF ഇന്ത്യയിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുകയും ആർമി പാരാമിലിറ്ററി ആസ്ഥാനങ്ങൾ പിടിച്ചെടുക്കാൻ ശ്രമിക്കുകയും ചെയ്തപ്പോഴാണ് ഇന്ദിരാഗാന്ധി അവർക്കെതിരെ ആക്രമണം നടത്തിയതെന്ന വസ്തുത പതിവ് പോലെ മോദി സൗകര്യപൂർവ്വം മറച്ചുവെച്ചു. ഐസ്വാളിലെ അസാം റൈഫിൾസ് കേന്ദ്രം MNFന് പിടിച്ചെടുക്കാൻ സാധിക്കാതിരുന്നത് ഇന്ദിരാഗാന്ധിയുടെ സമയോചിതമായ ഇടപെടൽ കാരണമായിരുന്നു. സൈന്യത്തെയും സൈനിക നടപടികളെയും യഥോചിതം അനുകൂലമായും പ്രതികൂലമായും രാഷ്ട്രീയ നേട്ടത്തിന് ഉപയോഗിക്കുന്നത് BJPയുടെ പതിവ് തെരഞ്ഞെടുപ്പ് തന്ത്രമാണ്. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിനെ വൈദേശിക ആക്രമണങ്ങളോട് ഉപമിച്ച മഹാജനെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ് പിന്തുണയ്ക്കുകയും ചെയ്തു. 1984 സിഖ് വിരുദ്ധ കലാപം ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിന്റെ തുടർച്ചയാണെന്ന് ഫഡ്നാവിസ് ഒരു പടി കൂടി കടന്നു പറഞ്ഞു. എല്ലാ തന്ത്രവും കുതന്ത്രവും പയറ്റി ബംഗാൾ പിടിച്ചെടുത്ത BJPക്ക് പഞ്ചാബ് പിടിക്കാൻ ദേശവിരുദ്ധ ശക്തികളെ വെളുപ്പിക്കുന്നത് പോലും തടസ്സമാവില്ലെന്നാണ് ഇത് നൽകുന്ന സൂചന. ഫെബ്രുവരിയിൽ ഇന്ത്യൻ രാഷ്ട്രീയം ബംഗാൾ, അസം, തമിഴ്നാട്, കേരള നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മുഴുകിയിരിക്കുമ്പോൾ തന്നെ BJPയുടെ പഞ്ചാബ് ഓപ്പറേഷൻ ആരംഭിച്ചിരുന്നു. ജലന്ധറിൽ ഗുരു രവിദാസ് ജയന്തിയിൽ പ്രധാനമന്ത്രി നേരിട്ട് പങ്കെടുത്തു. പഞ്ചാബ് ജനതയുടെ 32% വരുന്ന ദളിതുകളെ ലക്ഷ്യമിട്ടായിരുന്നു ഇത്. ഏറ്റവും കൂടുതൽ ശതമാനം പട്ടികജാതി വിഭാഗങ്ങളുള്ള സംസ്ഥാനമാണ് പഞ്ചാബ്. മറ്റു പാർട്ടികൾ ദക്ഷിണേന്ത്യൻ തെരഞ്ഞെടുപ്പിന്റെ ചൂടിൽ മുഴുകിയിരിക്കെ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷാ പഞ്ചാബിലെ മോഗയിൽ മാറ്റം ആവശ്യപ്പെട്ടുള്ള ബദാലാവ് റാലിയിൽ പങ്കെടുത്തു. പഞ്ചാബ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങാനുള്ള BJPയുടെ സമര കാഹളമായിരുന്നു അത്. BJP അധ്യക്ഷൻ നിതിൻ നബിൻ കഴിഞ്ഞ ആഴ്ച പഞ്ചാബ് പര്യടനത്തിലായിരുന്നു. പഞ്ചാബിൽ ഹിന്ദുക്കൾ 38.5% മാത്രമാണ്. സിഖ് ജനതയാണ് 57.7%. അവരുടെ മനസ്സിലേക്ക് ഇടം തേടാൻ
ഏതറ്റം വരെയും പോകാൻ തയ്യാറായിരിക്കുകയാണ് ബി ജെ പി. ബി ജെ പി ഘടകകക്ഷിയായ ശിരോമണി അകാലിദൾ അനുവദിച്ചിരുന്നത് 3 ലോക്സഭാ സീറ്റുകളും 23 നിയമസഭാ സീറ്റുകളും മാത്രമാണ്. 2020 അകാലിദളുമായി ഇടഞ്ഞ് ഒറ്റയ്ക്ക് മത്സരിച്ച ബി ജെ പിക്ക് 2022 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 6.6% വോട്ട് കിട്ടി. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് 18% കുത്തനെ ഉയർത്തി. 3 മണ്ഡലങ്ങളിൽ 2ാം സ്ഥാനത്തെത്തി. ഗുർദാസ്പൂരിലും ജലന്ധറിലും ലുധിയാനയിലും ഹിന്ദു ഭൂരിപക്ഷമില്ലാത്ത ഒരു സംസ്ഥാനത്തും മുഖ്യമന്ത്രി പദം നേടാൻ ബി ജെ പിക്ക് സാധിച്ചിട്ടില്ലെന്ന ചരിത്രം തിരുത്തുകയാണ് ഇത്തവണ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം.